ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ജെയ്സൺ, നിലവിലത്തെ സാഹചര്യം കൂടി നമുക്ക് പരിശോധിക്കണം. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നീക്കങ്ങൾ അതെങ്ങനെ മുന്നോട്ട് പോകുന്നു? ആര്യ, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായും ഇപ്പോൾ ദേവൻ തന്നെ നമ്മോട് പ്രതികരിച്ചു കഴിഞ്ഞു. പ്രധാനമായും ദേവൻ പറയുന്നത് തങ്ങൾ ഒരു പരിപാടിക്ക് പോകുന്നതിനിടയിൽ അവിടെ വൈകും എന്ന് മനസ്സിലായതിനു ശേഷം ഇവിടെ വീട്ടിൽ കയറി ചായ കുടിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. ഇത് സ്വാഭാവികം സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഗോഡൗണാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗോഡൗണിൽ സ്വാഭാവികമായും ഭക്ഷ്യക്കിറ്റുകളും ഭക്ഷ്യസാധനങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ ഭക്ഷ്യക്കിറ്റുകൾ ആക്കി മാറ്റി ഇവിടെ നിന്ന് 2000 കിറ്റുകൾ കൊണ്ടുപോകാൻ വേണ്ടി ഇവർ വന്നു എന്നതാണ് പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആരോപണം. ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് LDF-നെയും UDF-നെയും പ്രവർത്തകർ ഈ സ്ഥാപനത്തിന് മുമ്പിലേക്ക് എത്തി രാവിലെ തന്നെ ഇവിടെ വരികയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത്. ഇതിനിടയിലാണ് BJP പ്രവർത്തകർ എത്തിയത്. ഏതായാലും ഇത് സംബന്ധിച്ച് 3 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. ആ CCTV ദൃശ്യങ്ങളിൽ നടൻ ദേവനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ബഗീഷ് എന്ന BJP-യുടെ നേതാവോ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ ആ ദൃശ്യങ്ങൾ പ്രകാരം കേസെടുക്കും എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. 3 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി ഇവിടെ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ തുടർ നടപടിയിലേക്ക് കടക്കൂ. ഏതായാലും ഇവിടെ LDF-നെയും UDF-നെയും കക്ഷികൾ നിർദ്ദേശിച്ച പ്രകാരം ഏതാനും ഭക്ഷ്യക്കിറ്റുകൾ ഇവിടെ നിന്ന് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. പോലീസ് സീസ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്പം മുമ്പ് ഇവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ദേവൻ തന്നെ നമ്മോട് പ്രതികരിച്ച പോലെ ഈ സംഘർഷാവസ്ഥ അയഞ്ഞ ശേഷം മാത്രമേ ഇവിടെ നിന്ന് ദേവനെയും അതുപോലെ തന്നെ BJP നേതാവിനെയും പുറത്തേക്ക് കടത്തുകയുള്ളൂ. അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കുന്നുണ്ട്. മറ്റു നാം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇത്രയേറെ സംഘർഷാവസ്ഥ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഏകദേശം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിനങ്ങളോട് അടുക്കുമ്പോൾ അത് കൂടുതൽ മൂർധന്യത്തിലേക്ക് എത്തുന്നു. ഇന്നലെയാണ് ഒരു ഭക്ഷ്യക്കിറ്റ് വിവാദം തൃശ്ശൂരിലുണ്ടായത്. ആ ഭക്ഷ്യക്കിറ്റ് വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. BJP-യുടെ പ്രാദേശിക നേതാവ് രാധാകൃഷ്ണന്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 26ഓളം കിറ്റുകൾ അവിടെ നിന്ന് സീസ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. അതിനിടയിലാണ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് മറ്റൊരു കിറ്റ് വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന കിറ്റാരോപണം. 2 ഇടത്താണ് ഈ കിറ്റ് വിതരണം നടന്നു എന്ന തരത്തിൽ വലിയ ആരോപണം ഉയർന്നത്. വാടാനപ്പള്ളിയിൽ ഈ നാടകീയമായ രംഗങ്ങളിലേക്കും സംഘർഷാവസ്ഥയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ TN പ്രതാപൻ അടക്കം പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ കിറ്റ് വിതരണം പല മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം പണം വിതരണം കൂടി നടത്താനുള്ള ശ്രമം BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള വലിയ ആരോപണവും ഉയർത്തുന്നുണ്ട്. ഇതിപ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങൾ, തൃശ്ശൂരിലെ ഏതൊക്കെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കിറ്റ് വിതരണം നടന്നിട്ടുണ്ടെന്നാണ് UDF-ഉം LDF-ഉം പറയുന്നത്. ഒപ്പം ഈ പണവിതരണം നടത്താൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങൾ അത് ഏതൊക്കെയാണെന്നാണ് UDF-ഉം LDF-ഉം ആരോപിക്കുന്നത്. പണവിതരണം നടത്തുന്നുണ്ടോ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് ഇന്നലെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ ഒളരി ഭാഗത്താണ്. ഒളരിയിലെ ശിവരാമപുരം ഉന്നതിയിലെ ആളുകൾക്ക് കിറ്റ് വിതരണം ചെയ്തു എന്നതാണ് പ്രധാനമായും ഉയർന്ന ആരോപണം. കിറ്റ് പലരും അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ LDF പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേർന്നു. പിന്നീട് വലിയ പ്രതിഷേധമായപ്പോൾ ആ സ്ഥാപനം പൂട്ടിച്ചു. അതിനുശേഷം അവിടെ നിന്നും ഏതാനും കിറ്റുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കസ്റ്റഡിയിലെടുത്തു. തുടർന്നാണ് ഇന്ന് തൃശ്ശൂർ വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മറ്റൊന്ന് ഇപ്പോൾ മണലൂർ മണ്ഡലത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളി ഭാഗത്താണ് ഇത്തരത്തിൽ കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി, കിറ്റ് വിതരണം ചെയ്തു എന്നതല്ല ആരോപണം, കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സൂപ്പർ മാർക്കറ്റിലെത്തി കിറ്റുകൾ ശേഖരിച്ച് കൊണ്ടുപോകാൻ പുറത്ത് വാഹനങ്ങൾ കൊണ്ടുവന്നു. ആ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി BJP-യുടെ നേതാക്കൾ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തി എന്നതായിരുന്നു ആദ്യം ഉയർന്ന ആരോപണം. അതിനുശേഷം ഈ സ്ഥാപനത്തിന് മുമ്പിലേക്ക് LDF-നെയും UDF-നെയും പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം വലിയ പ്രതിഷേധം ഉയർന്നു. അപ്പോഴാണ് പോലീസ് എത്തുന്നത്. പോലീസ് എത്തി, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെത്തി. അതിനുശേഷം സ്ഥാനാർത്ഥികളെത്തി. UDF-ന്റെ സ്ഥാനാർത്ഥി TN പ്രതാപനും LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥും എത്തി. അതിനിടയിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു.